ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കെല്ലാം ഭയങ്കരമായിട്ട് വിഷമാവുന്ന രീതിയിലൊക്കെയാണ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. ഇത് കണക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് കണക്കുണ്ട് ഈ കിച്ചു എനിക്കെതിരെ തിരിയുന്നുള്ളൊരു കാര്യം. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതൊക്കെ ഇരുന്നതാണ്. ഞാനുണ്ടെങ്കിൽ ഇത് കണക്ക് കൊല്ലം സുധിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ചെറുപ്പമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടേ ഇരുന്നത്, ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ എനിക്കെതിരെ തിരിഞ്ഞ് എനിക്കെതിരെ ഇതേപോലത്തുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ള രീതിയിലാണ് രേണു കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ ഒരുപാട് പേർക്കൊണ്ട് ഇത് കണക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിച്ചു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ ഞാനും രേണുവും തമ്മിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലാണെന്നുള്ള രീതിയിലൊക്കെയാണ് നേരത്തെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ആ സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇത് കണക്ക് രേണുവിനെ. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ കിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് കിച്ചുവിനെതിരെയും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ ഇത് കണക്ക് രേണുവിനെതിരെയാണ് ഒരുപാട് പേര് പറയുന്നത്. രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തനിക്ക് ഭയങ്കരമുള്ളൊരു വിഷമം ഉണ്ടാക്കി, ഒരിക്കലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത അത്രയും വിഷമം തനിക്ക് ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്.